അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ദുനിയാവിൽ പ്രശംസയോ അല്ലെങ്കിൽ ഇകഴ്ത്തലോ തുടർന്ന് വരുന്ന ആഖിറത്തിൽ പ്രതിഫലം അതല്ലെങ്കിൽ ശിക്ഷ തുടർന്ന് വരുന്ന നിലയ്ക്കുള്ള ഹുസ്നും കുബുവും അതാണ് ശറഈയാണ് എന്ന് പറയുന്നത്. അതാർക്ക് മാറ്റമായിട്ട്? അത് ശറയിൽ നിന്നല്ലാതെ പിടിക്കാൻ പറ്റൂല എന്ന് നമ്മൾ പറയണം. അതാർക്ക് മാറ്റമായിട്ട്? ഖിലാഫ് അൽ മുഅ്തസിലത്തിന്റെ മാറ്റമായിട്ട്. ഈ കൗലിയും അവരുടെ അഭിപ്രായത്തിൽ അവരെന്താ പറഞ്ഞത്? ഇന്നഹു അഖിലിയുൻ. അതെന്താണ്? അത് ബുദ്ധിപരമാണ്. അതായത് ഹുക്കുമു ബിഹിൽ അക്കൽ, അതുകൊണ്ട് എന്ത് ചെയ്യും? ബുദ്ധി വിധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള പോക്കിലാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്ത് ചെയ്യണേ? ദൈവനിഷേധികളായി മാറണം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ടില്ലേ, ഒരു സലഫി, ഒരു മുജാഹിദ് എന്തായി? യുക്തിവാദി. അപ്പം അയാൾക്ക് തോന്നുവാണ് അതാണ് കുറച്ചുകൂടെ സൗകര്യം തോന്നുവാണ് അങ്ങോട്ട് പോവാം. മനസ്സിലായില്ലേ? ഏകാധിപതിയായ അള്ളാഹുവിൻ്റെ കൈകാര്യത്തിന് കീഴിലാണ് ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് സംബന്ധിയായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്താ പറയുക, തുലോം നിസ്സാരമായ ബുദ്ധി. ബുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ബുദ്ധി വ്യത്യസ്തമല്ലേ? കണ്ടത് ബുദ്ധി എന്ന് പറഞ്ഞ ബുദ്ധിക്ക് അതിൻ്റെ വിരിക്കാനുള്ള പവർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 10 പേരുണ്ട്, 10 പേർക്ക് 10 അഭിപ്രായമില്ല. 10 പേരെ ബുദ്ധി എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്? മുഅ്തസിലത്ത് എതിരാവുകയാണ്. ഖിലാഫൽ മുഅ്തസിലത്തിന് മാറ്റമായിട്ട് ഈ കൗലിയും അവരുടെ കൗലിൽ ഇന്നഹു അഖിലിയുൻ. എന്താണ്? അഖിലിയാണെന്ന് ആഭ്യന്തര വിഭാഗം പറഞ്ഞു. അതായത് ബിഹിൽ അക്കൽ, ബുദ്ധി അതുകൊണ്ട് വിധിക്കുന്നതാണ്. ലിമാഫിൽ ഫിഅലി മിൻ മസ്ലഹത്തിൽ. ഇനി എന്താണ് അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്? അവരുടെ കാഴ്ചപ്പാടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് എതിർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ലിമാഫിൽ ഫിഅലി, കാരണം നിശ്ചയമായും ഒരു പ്രവൃത്തിയിലുള്ള ഒരു കാര്യം കാരണമായിട്ട്, മിൻ മസ്ലഹത്തിൽ, എന്താണ്? അതിലൊരു മസ്ലഹത്ത് ഉണ്ടാവും, അതൊരു നന്മയുണ്ടാവും. ആ നന്മ കാരണമായിട്ട്. അത് മഫ്സദത്തിൽ, അതിലൊന്നുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവും. ആ കുഴപ്പം കാരണമായിട്ട്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയിലും ആ പ്രവൃത്തിയിൽ നിന്നുണ്ടാവും, ഒന്നിരിക്കലെന്നുണ്ടാവും ഒരു മസ്ലഹത്തുണ്ടാവും, അല്ലെങ്കിൽ ഒന്നുണ്ടാവും ഒരു പ്രശ്നം, ഒരു കുഴപ്പമുണ്ടാവും. ആ പ്രവൃത്തിയിലുള്ള ആ മസ്ലഹത്തിനെയും മഫ്സദത്തിനെയും പിന്തുടർന്ന് വരുന്നതാണ് ഹുസ്നുഹു, ആ പ്രവൃത്തിയുടെ നന്മയും, ഖുബൂഹു, ആ പ്രവൃത്തിയുടെ മോശവും. ആ പ്രവൃത്തി നന്മയാവുന്നതും ആ പ്രവൃത്തി മോശമാവുന്നതും ഇതിനെ തുടർന്നാണ് അവർ പറയാണ് കേട്ടാ. ഇൻദല്ലാഹി, ആരുടെക്കൽ? അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നാണ് അവരുടെ വീക്ഷണകോൺ കേട്ടാ. അതായത് യുദിരിക്കുൽ അക്കലോ, ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും, റാലിക്കാം, ആ പ്രവൃത്തിയിലുള്ള നന്മയോ അല്ലെ ആ പ്രവൃത്തിയിലുള്ള കുഴപ്പത്തെയോ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും. ബിൽ അറൂറത്തി, കണ്ടെത്താൻ പറ്റും. അത് അനിയന്ത്രിതമായി തന്നെ, നിർബന്ധിതമായി തന്നെ, കൂടുതൽ പുനരാലോചനയും ആലോചന ചിന്ത അയക്കേണ്ട ആവശ്യമില്ല. എന്താണ്? അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആ കാര്യം ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള ചില ഐറ്റം പ്രവൃത്തിയുണ്ട്. മനസ്സിലായില്ലേ? അതായത് യുദ്രിക്കുൽ അക്കുരുദാരിക്ക, ബുദ്ധി തന്നെ കണ്ടെത്തുന്നതാണ്. ബിൽ അറൂറത്തി, അനിവാര്യമായി നിർബന്ധിതമായ രൂപത്തിൽ തന്നെ കണ്ടെത്തും. കഹുസ്നി സുദുഖി, അതുപോലെ സത്യം നല്ലതാണെന്നുപോലെ. അന്നാഫി, പ്രയോജനം ചെയ്യുന്ന സത്യം എന്താണ്? അത് നല്ലതാണെന്നുള്ളത്. പ്രയോജനം ചെയ്യുന്ന സത്യം നല്ലതാണെന്ന് വെച്ചാൽ ബുദ്ധിക്ക് വല്ല പണി ആവശ്യമുണ്ടോ? പെട്ടെന്ന് മനസ്സിലാക്കാം പ്രയോജനമുള്ള സത്യം എന്താണ്? നല്ലത് തന്നെയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില പ്രവൃത്തികൾ ദുനിയാവിൽ ഉണ്ട് കേട്ടോ. അവർ ഓരോ ഉദാഹരണം പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. ഹുസ്നി സദഖിൻ നാഫി, പ്രയോജനകരമായ സത്യം നല്ലതാണെന്നതുപോലെ. കുബിൽ കെദിബിൽ ലാരി, ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്നതായ കളവ് എന്താണ്? അത് മോശമാണ്. മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്ന കളവ് എന്താണ്? മോശമാണ് എന്നതുപോലെ കേട്ടോ. അപ്പോൾ ഒരാളിപ്പോൾ പെരുമാർക്കുള്ള ബസ് പോയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ബസ് പോയിട്ടില്ല നിങ്ങൾക്ക് അറിയാൻ പോലെ ബസ് പോയെന്ന് പറയാം, മോശമല്ലേ? ഒരു ഓടിക്കാൻ വെച്ച് സ്റ്റോപ്പിൽ വന്നിട്ട് ചോദിക്കാം പെരുമാർക്കുള്ള ബസ് പോയി എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? അപ്പോൾ അത് മോശമാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിക്കുന്നില്ല, വലിയ പ്രയാസമൊന്നുമില്ല. അള്ളറൂറത്തൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ നല്ല പ്രയോജനം ചെയ്യുന്ന സത്യം. മറ്റൊരാൾ ചോദിച്ചാൽ ബസ് പോയിട്ടില്ല, മനസ്സിലായില്ല? അപ്പോൾ അയാൾക്ക് ആശ്വാസം, ബസ് പോയിട്ടില്ല. അത് ഗുണമെന്നുള്ളത് പിന്നെ നല്ലതാണെന്ന് മനസ്സിലാക്കാനില്ല ബുദ്ധിയുടെ ആവശ്യം. പ്രത്യേകം ബുദ്ധിക്ക് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമില്ല.
അപ്പം അങ്ങനെ ലറൂറത്തെ നിലയ്ക്ക് ബുദ്ധിക്ക് ചില പ്രവർത്തികളിലെ ഹുസ്നും ഖുബൂവും തിരിയും. അതിനുദാഹരണമാണ് പ്രയോജനകരമായ സത്യം നല്ലതാണ് എന്നതും പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ കദിബ് കളവെന്നാണ് മോശമാണത്. ഇനി ചിലതോ ഔബിന്നബിരി, വേറെ ചില പ്രവർത്തികൾ മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ലറൂറത്വം നിൽക്കുന്നില്ല, പൊടുന്നതിനെ മനസ്സിലാവില്ല. ചിന്തിച്ചു നോക്കിയാൽ എന്ത് ചെയ്യും? അതിൽ ഹുസ്നും ഖുബൂവും ആർക്ക് തിരിയും? ബുദ്ധിക്ക് തിരിയും. ബുദ്ധി വിധിക്കും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഔ പിന്നെതിരി നെതിർ കൊണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റും കേട്ടാ, ചിന്തിച്ചുകൊണ്ട്. അതുപോലെ ഹുസ്നിൽ കദിബിൻ നാഫി, പ്രയോജനം ചെയ്യുന്ന കളവ് നല്ലതാണ്. പ്രയോജനം ചെയ്യുന്ന കളവ് നല്ലതാണ്. അപ്പോൾ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ വഴക്കൂടി, ഉദാഹരണം പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ ഒരുത്തൻ വെളി കടയിൽ പോയിട്ട് ഒരു പിച്ചാത്തി വാങ്ങിച്ചു. പിച്ചാത്തി വാങ്ങിച്ചെന്ത് ചെയ്യുക? അവനത് തയ്യാറാക്കി ഒരുങ്ങി ഇവൻ വീട്ടിലുള്ള സമയം നോക്കിയിട്ട്, ഈ സഹോദരൻ വീട്ടിലുള്ള സമയം നോക്കിയിട്ട് എന്താണ് അവനെ കുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വഴിക്ക് വെച്ച് എന്ത് ചെയ്തു? അയൽവാസികനെ കണ്ടു. ഇവരെ വലിയ പ്രശ്നമൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം, അയൽവാസിക്കറിയാം. നീ എന്തെവിടെ കിടന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അവനവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. മറ്റോ സഹോദരൻ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഈ അയൽവാസിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഈ കത്തി വാങ്ങിച്ചവരൊക്കെ ആർക്കറിയാം? അയൽവാസിക്കറിയാം. സഹോദരൻ വീട്ടിലുള്ള കാര്യം ആർക്കറിയാം? അയൽവാസിക്കറിയാം. പക്ഷെ അയൽവാസി പറഞ്ഞു അവനോടെ ഇല്ല, അവൻ കോയമ്പത്തൂർ പോയില്ലേ, കച്ചവടത്തിനായിട്ട് ഇന്നലെ പോയല്ലോ, അവന് ഒരാഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞു. പച്ച കള്ള പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ഈ കുത്തിവിടെ നടക്കാതിരിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പം അത് മോശമായ കതിബാണ്. മോശമല്ലാതെ കതിബാണ്, കള്ളമാണ്. കള്ളം പൊതുവെ മോശമാണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്? വലിയൊരു പ്രയോജനമുണ്ട്. ഒരു നിരപരാധിയായ ഒരു സഹോദരനെ കുത്തേൽക്കുന്നതിന് രക്ഷപ്പെടുത്തുക. മനസ്സിലായില്ല? അത് നല്ലതാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കി. അപ്പം ബ്രദർ ചിന്തിച്ചില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്താണ് മനസ്സിലായി? നല്ല കാര്യം. അപ്പം ചിലത് ചിന്തിച്ചാൽ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും. ഹുസ്നുൽ കദിബിൻ നാഫി, പ്രയോജനകരമായ കളവ് എന്താണ്? നല്ലതാണെന്നതുപോലെ കുബിക്ക് സ്വദിക്കൽ ലാരി, നേരെ തിരിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സത്യം എന്താണ്? മോശമാണ്. ഇതേ അയൽവാസി തന്നെ ഈ കത്തി പിടിച്ചേക്കണ ഇവനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവൻ അവിടെ ഉണ്ട്, കല്ലാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പം സത്യമാണ്, ശരിയാണ്. അവിടെ മുമ്പിൽ ഇരുന്നിട്ട് പേപ്പർ വായിക്കുന്നുണ്ട്. ഇപ്പം കണ്ടുകൊണ്ടാ വന്നങ്ങനെ. പക്ഷെ അതെന്താണ്? അവന് കുത്തേക്കാൻ ചാൻസ് ആവും. അപ്പം അതെന്താണ്? മോശമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. കുബിഹിസരിക്കില്ല, അത് ബുദ്ധിക്ക് കണ്ടെത്താൻ വേണ്ടി വരും. ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനെന്തെന്ന് പറഞ്ഞു ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. കുബിഹിസരിക്കിൽ ആരി, പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്നതായ സത്യം മോശമാണെന്ന് പറയും. അപ്പം ഇങ്ങനെ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്നിരിക്കലും പൊടുന്നതിനെ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ എന്താണ്? ചിന്തിച്ച് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ബുദ്ധി വിരിക്കും. ആരാ പറഞ്ഞേ? വേണ്ടിയിട്ട് പറയാണ് ബുദ്ധി വിരിക്കും. ഇപ്പം കീല പറയപ്പെട്ടിരിക്കുന്നു. വേറെ തിരിച്ചൊരഭിപ്രായം. ഇപ്പം കീല പറയപ്പെട്ടിരിക്കുന്ന അക്സു, ഇതിൻ്റെ ഓപ്പോസിറ്റിനെ പറയപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്നതായ സത്യമാണെങ്കിൽ പോലും നല്ലതാണ്. തിരിച്ച് പ്രയാസം ഉണ്ടാക്കി തീർക്കുന്നതായ അല്ലെങ്കിൽ പ്രയോജനകരമായ കളവാണെങ്കിൽ അത് മോശമാണ്. മനസ്സിലായില്ലേ? കത്തി പിടിച്ച് നിൽക്കുന്ന ഇവനെ കാണുമ്പോൾ അവിടെ അവനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയൽവാസി എന്ത് പറയണം? അവന് ഉണ്ടെന്ന് പറയണം. ഇങ്ങനെ കള്ളം പറയാൻ പോണം? അതിൻ്റെ ആവശ്യമില്ലോ. അവർ കുത്തുവെൽക്കോ ഇല്ലോ എന്നുള്ള ആരുടെ തീരുമാനം? അടുത്തവൻ്റെ തീരുമാനം. അത് നമ്മളിപ്പോൾ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാണ്ടായി പോവാ. മനസ്സിലായില്ലേ? അങ്ങനെയില്ല. അങ്ങനെ തിരിച്ചും ഇവർക്ക് എന്തുണ്ട്? രണ്ടഭിപ്രായം. കീല പറയപ്പെട്ടിരിക്കുന്നു എന്താണ്? അലക്സു, ഓപ്പോസിറ്റ് കൊണ്ട് നീതിരുന്നു. ഓപ്പോസിറ്റ് പറയപ്പെട്ടിരിക്കുന്നു. ആ ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്ന സത്യമാണെങ്കിൽ പോലും സത്യം തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെന്താണ്? പ്രയോജനമുള്ള കളവാണെങ്കിൽ പോലും കളവ് പറയാതിരിക്കലാണ്. കളവ് പറയുന്നതെന്താണ്? മോശമാണ് കേട്ടോ. അങ്ങനെയും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യജീവു ഷറഉ, ഇനി ഷറ വരുന്നതാണ് മുഅക്കിദൻ ലിദാലിക, അതിനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ ഷറ വരുന്നതാണ്. അപ്പോൾ ബുദ്ധി കൊണ്ട് പൊടുന്നതിനെ കണ്ടെത്തിയ ഹുസ്നും ഖുബൂവും. ഓക്കെ, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തിയതായ ഹുസ്നും ഖുബൂവും അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആര് വരും? എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ കേട്ടോ. അപ്പോൾ യജീവു ഷറഉ, ഷറ വരുന്നതാണ് മുഅക്കിദൻ ലിദാലിക, അതിനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ ഷറ വരുന്നതാണ്. ഔ ബിസ്തിയാനത്തി ഷറഇ. അപ്പോൾ ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്ന് പറയാം. ഒന്നെന്താ? ലറൂറത്തും നിലയ്ക്ക് എന്ത് ചെയ്യും? ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും. രണ്ടാമത്തെ എന്താ? നെല്ലറും നിലയ്ക്ക് ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തെ പറയാണ് ഔ ബിസ്തിയാനത്തി ഷറഇ. അടുത്തെന്താ? ഷറയിൻ്റെ സഹായത്തെ കൊണ്ട് ആർക്ക് കണ്ടെത്താൻ സാധിക്കും? ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പം ബുദ്ധിക്ക് സ്വന്തം പൊടുന്നതിനെ കണ്ടെത്താൻ പറ്റൂല.
ബുദ്ധിക്ക് ചിന്തിച്ചാലും എന്താണ് കണ്ടെത്താൻ സാധിക്കില്ല. ആരെ സഹായം വേണം? ഷറൈൻ്റെ സഹായം കൂടി മനസ്സിലായി. ഔബിസ്തിയാനത്ത് ഷറൈ, ഷറൈൻ്റെ സഹായത്തെ കൊണ്ട് കണ്ടെത്തുക. ഫീമ ഹഫിയ അലൽ അക്കലി, ഏത് വിഷയത്തിലാ? ഒരു വിഷയത്തിലെ ഹഫിയ അലൽ അക്കലി, ബുദ്ധിയുടെ മേലെ ആ കാര്യം എന്താണ്? അത് ഹഫിയായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു, വ്യക്തമായി വരുന്നില്ല. ഹഫിയാണ്, ഹോബ്യമായിരിക്കാന്ന് പറയില്ലേ, മറിഞ്ഞിരിക്കുന്നു. ഹുസ്നി സൗമി ആഖിരി യൗമി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ദിവസം നോമ്പ് പിടിക്കൽ എന്താ? നല്ലതാണ്, നല്ലതാണല്ലോ. പക്ഷെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ നമുക്കിതില്ല, കിട്ടൂല. ആരുടെ സഹായം വേണം? ഷറൈൻ്റെ സഹായം വേണം. വിശുദ്ധ റമളാനിലെ അവസാനത്തെ ഡേ ആണ്, ലാസ്റ്റ് ഡേ. അത് നോമ്പ് പിടിക്കുന്നത് എന്താണ്? നല്ലത്. മനസ്സിലായല്ലോ? ഹുസ്നി സൗമി ആഖിരി യൗമി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ദിവസം. അവസാനത്തെ ദിവസം പറഞ്ഞെന്ന് പറയുന്നത് തൊട്ട് പുറകെ വേറെ ആരോട് ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഹുസ്നി സൗമി ആഖിരി യൗമി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ദിവസം നോമ്പ് പിടിക്കൽ എന്താണ്? നല്ലതാണ്. അഖൂബി സൗമി അവ്വലി യൗമി മിൻ ശവ്വാൽ, ശവ്വാലിലെ ഫസ്റ്റ് ഡേ. അതെന്താ? ചെറുപെരുന്നാളല്ലേ, അന്ന് നോമ്പ് പിടിക്കുന്നത് എന്താ? മോശമാണ്. ഇന്ന് അള്ളാഹുവിനുള്ള ലിയാഫത്താണ്, ഇത് മോശമാണ്. ഇത് രണ്ടും ബുദ്ധി കൊണ്ട് മാത്രം എത്ര ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടൂല. ആരെ സഹായം വേണം? ഷറൈൻ്റെ സഹായം ആണ് കേട്ടോ. ഹുസ്നി സൗമി ആഖിരി യൗമി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ദിവസം നോമ്പെടുക്കൽ നല്ലതാണെന്നതുപോലെ അഖൂബി സൗമി അവ്വലി യൗമി മിൻ ശവ്വാൽ, ഷവ്വാലിൻ്റെ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം, അതായത് യൗമുൽ ഫിത്തർ, ചെറുപെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ എന്താണ്? മോശമാണെന്നതുപോലെ. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും? ബുദ്ധിയിൽ നിന്ന് കിട്ടും. ഒന്നിരിക്കും നെതറിലൂടെ, അല്ലെങ്കിൽ അതിനേക്കാൾ ടോപ്പായിട്ട് എന്താണ്? ലറൂറത്ത് നിലയ്ക്ക്, അല്ലെങ്കിൽ എന്താണ്? ഷറൈൻ്റെ സഹായത്തോടെ കേട്ടോ എന്താണ് അവർ വിലയിരുത്തുന്നത്. കൗലുഹു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആലയുടെ കൗലാവുന്നൊക്കെ കൈരി, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അല്ലാത്തവരെ പോലെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആലയുടെ കൗലാവുന്നത് അക്കലിയുൻ, ആ ബുദ്ധിപരമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ആരെ? മുസ്ലിത്തിനെ പറ്റി അക്കലിയ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ പറ്റി എന്ത് പറഞ്ഞു? ഷറഇയ്യുൻ. സുന്നത്തെ മാതന്റെ അഭിപ്രായം ഷറഇയാണ്, വിധികളെല്ലാം ഷറഇയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ പറഞ്ഞ മുസന്നിഫിൻ്റെ ആ കൗലാവുന്നത് ഖബർ മുബത്തദയിൻ, എന്താണത്? ഇവിടെ തർക്കീബ് പറയാം. മുബത്തദയുടെ ഖബറാണ്. മഹദൂഫിൻ, എന്താണ്? കളയപ്പെട്ട മുബത്തദ. പഠിച്ചിട്ടില്ലേ? ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടാവുമല്ലോ. മഹദൂഫായ മുബത്തദയുടെ ഖബറാണ്. ഐ കുല്ലും മിൻഹുമാ, അർത്ഥം എന്താ? ഈ വിധി ആകുന്നത്, വിധിയാകുന്നത് നമ്മൾ പറയാം മുത്തം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്താണ്? അക്കിലിയും, അക്കിലിയാണ്. അടുത്തത് എന്താ? വിധിയാകുന്നത് എന്താണ്? ഷറഇയ്യും, സുന്നത്തെ മാസം എന്താണ്? ഷറഇയാണ് കേട്ടോ. ഖബർ മുബത്തദയിൻ മഹദൂഫിൻ ഐ കുല്ലും മിൻഹുമാ, അവ രണ്ടിൽ നിന്ന് എല്ലാ ഓരോന്നുമാവുന്നത്. അത് കിലാഹുമ, അത് രണ്ടും തന്നെയാവുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവിടുത്തെ. അപ്പോൾ കിലാഹുമായിൽ അവിടെ പറയാം, അവിടെ അതിനനുസരിച്ച് ഹുവ എന്ന് പറയും നമ്മൾ. ഇത് മഹദൂഫായ മുബത്തദ ഹുവ, അതാവുമെന്ന് പറയും. മനസ്സിലായി? അവിടെ ചേർത്ത് പറഞ്ഞപ്പോൾ എന്താണ്? തസ്നയാക്കുമ്പോൾ എന്താണ്? കുല്ലും മിൻഹുമാന്നോ കിലാഹുമാന്നോ പറഞ്ഞതാണ്. അപ്പോൾ തർക്കുഹു കൈരി, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആലയെ ഉപേക്ഷിച്ചത്. കൈരി, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അല്ലാത്തവരും ഈ ഉപേക്ഷിക്കൽ നടത്തിയിട്ടുണ്ട്, അവരുടെ ഭാഗത്തുള്ള നടത്തിയിട്ടുണ്ട്. അൽ മദഹ്, മദിഹിനെ ഉപേക്ഷിച്ചത്. അൽ മദഹ എന്ന് പറയാം, അല്ലെങ്കിൽ ലഫ്ളുൽ മുറാദായിട്ടും പറയാം. മദിഹിനെ ഉപേക്ഷിച്ചത്. വസ്സവാബ, എന്തിനെ? സവാബിനെ ഉപേക്ഷിച്ചത്. മുമ്പ് പറഞ്ഞില്ലേ? മുമ്പ് പറഞ്ഞെന്താ? അപ്പം മാന തറത്തുബിൽ മദിഹി, മദ്ഹ് ഷറഹ, തറത്തുബിന് ദമ്മിലേക്കാ പോയ മത്തൻ, മനസ്സിലായോ? പിന്നെ നോക്കിയേ, വൽ ഇക്കാബ്, ഇക്കാബാണെന്നുള്ള മത്തനുള്ളൂ. സവാബ് എന്താ? ഷറഹാണ്. അപ്പോൾ സവാബിനെയും മദിഹിനെയും മത്തനിൽ പറയാതെ മുസ്ലിം എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. മുസ്ലിം എന്താ പറഞ്ഞോളൂ? ദമ്മും ഇക്കാബോ പറഞ്ഞോളൂ. ഓക്കെ, ഇവിടെ മത്തനിൽ പറഞ്ഞോളൂ. ബാക്കി ഷറയിൽ ഷാരിക കൂട്ടുക റഹ്മത്തുള്ളാഹി തആല. അപ്പോൾ ഈ ഉപേക്ഷിക്കലാവുന്നത്, അപ്പോൾ തർക്കുവോ മുസ്ലിം ഉപേക്ഷിച്ചത്, കൈരിയെ മുസ്ലിം അല്ലാത്തവരെ പോലെ ഉപേക്ഷിച്ച് പറഞ്ഞത് എന്തിനെ? അൽ മദ്ഹ, മദീനെ ഉപേക്ഷിച്ചത്. സവാബ, സവാബിനെ ഉപേക്ഷിച്ചത്. ഇൽമി ഭീമ, അതുകൊണ്ടും അറിഞ്ഞ കാരണമായിട്ടാണ്. അത് ദമ്മിനെ പറയുമ്പോൾ എന്ത് ചെയ്യും? മദ്ഹ് അപ്പം തന്നെ കിട്ടുമല്ലോ. നമുക്ക് ഒരു ബുദ്ധിയെ പറിച്ചിട്ടുണ്ടല്ലോ. അവരെ സവാബിനെ പറയുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇക്കാബിനെ പറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ കിട്ടും, അണ്ടർസ്റ്റുഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഉപേക്ഷിച്ചതാണ്. ഇൽമി ബിഹിമ, കാരണം എന്താണ്? അത് രണ്ടും കൊണ്ട് അറിഞ്ഞ കാരണമായിട്ട് മിൻ ദിക്രി മുഖാബിലിഹിമ, അവ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ്. മദീൻ്റെ ഓപ്പോസിറ്റ് എന്താ? ദമ്മിനപ്പുറം. സവാബിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഇക്കാബിനപ്പുറം. അതിൽ നിന്ന് പറഞ്ഞ കാരണമായിട്ട്. അൽ അൻസബി, എങ്ങനെയുള്ള ഓപ്പോസിറ്റാണ്? ആ ഇടത്തോട് കൂടുതൽ യോജിച്ചു. തക്രീബിൻ്റെ കാര്യമാണ് പറഞ്ഞത്, കുമ്മിൻ്റെ കാര്യമാണ് പറഞ്ഞത്.
അവിടെ കൂടുതൽ പറയാൻ ചോദിച്ചത് ഏതാ? ഇക്കാബും ദമ്മുമാണ്. മനസ്സിലായില്ലേ? സവാബ് കിട്ടിയില്ലെങ്കിൽ സമാധാനം ഉണ്ടല്ലോ. ഇക്കാബ് കിട്ടിയാലോ അല്ല. മനസ്സിലായില്ലേ? അതുപോലെ മത് കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടരുത്? ദമ്മ് കിട്ടരുത്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ പറയാൻ ചോദിച്ചത് എന്താ? ദമ്മുമാണ്, ഇക്കാബുമാണ്. അപ്പം കൂടുതൽ ചോദിച്ച മുക്കാബിലെ മാത്രം ആര് പറഞ്ഞു? സനീഫ് പറഞ്ഞു. മറ്റതിനെ ഉപേക്ഷിച്ചു, മറ്റുള്ളവരെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിയാവുന്നതെന്ന് പറഞ്ഞതാണ് കേട്ടോ. മീൻ ദിക്കിരി മുക്കാബിലെയും അവരുടെ മുക്കാബിൽ ഓപ്പോസിറ്റും പറയുന്നതിനാൽ അൽ അൻസബി ആ മക്കാബിനോട് ആ ഇടത്തോട് കൂടുതൽ ചോദിച്ചു. കമാകാല മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ഉസൂലിൽ മുഅ്തസിലത്തി മുഅ്തസിലത്തിൻ്റെ ഉസൂലുകളോട് ആ യോജിച്ചതെന്ന് പറഞ്ഞില്ലേ? ആ മക്കാമ് ആരെ പറ്റി പറഞ്ഞതാ? മുഅ്തസിലത്തിനെ പറ്റി പറഞ്ഞല്ലേ? മുഅ്തസിലത്തിനെ പറ്റി പറഞ്ഞ അവരുടെ ഉസൂല് ചിലതുണ്ട്. നിങ്ങൾ ഇതിനെ പഠിക്കും. അപ്പോൾ ആ ഉസൂലിനോട് യോജിച്ചോടെ എന്തിനെ പറയല? ദമ്മിനെയും അതുപോലെ തന്നെ ഇക്കാബിനെയും പറയലാണ്. കാരണം എന്താണ് ഉസൂല്? അപ്പം ഇന്നൽ ഇക്കാബ ഒരു ഉസൂൽ എന്താ? ഉസൂല് പറയാം. കാരണം നിശ്ചയമാം അവരുടെ നിലപാടനുസരിച്ച് ഇക്കാബാവുന്നു. ഇതിന് മുസ്ലിം തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ കിതാബിലും. ആ കമാക്കാല പറഞ്ഞു മുസ്ലിം തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ കേട്ടോ. ഫൈനൽ ഇക്കാബ കാരണം നിശ്ചയമായി ഇക്കാബാവുന്നു ഇന്ദഹും അവരുടെ എത്തക്കല്ലബു അത് തിന്താൻ പറ്റൂല. ആരുടെ ഉസൂലാണ്? മുഅ്തസിലത്തിന്റെ. ഒരാളൊരു തെറ്റ് കുറ്റം ചെയ്താൽ അയാൾ ഇക്കാബ് ചെയ്യണം. അതാണ് ആരുടെ വാദം? നമ്മുടേതോ? അള്ളാഹുവിൻ്റെ മേലൊരു ഉത്തരവാദിത്തം അങ്ങനെ പറയുന്ന രൂപത്തിൽ നമുക്ക് പറയാനുള്ള ആവശ്യം നമുക്കില്ല. നമ്മളാരാ? അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇക്കാബ് കൊടുക്കാം. അത് പറയുള്ളൂ. സുന്നത്ത് പറയുള്ളൂ. മനസ്സിലായി? ഇത് പറഞ്ഞാൽ എന്താ? ഒരുത്തനൊരു കുറ്റം ചെയ്തിട്ട് പോകാൻ അവന് ഇക്കാബ് ഉണ്ടാവും. കയറി പറയാം. പുറത്ത് കയറി കുത്തമെന്ന് പറയില്ല, എന്നാൽ കയറി പറയാം. അപ്പം അങ്ങനത്തെ അവരുടെ ആ ഒരു ഉസൂലിനോട് പറയാൻ കൂടുതൽ ചോദിച്ചാൽ എന്താ? ഇക്കാബാണ്. മനസ്സിലായില്ലേ? ഫൈനൽ ഇക്കാബ കാരണം വെച്ചാൽ ഇക്കാബാവുന്ന ഇന്ദവും മുഅ്തസിലത്തിനിടയ്ക്കൽ ലാ യതഖല്ലബു തിന്താൻ പറ്റൂല. വലാ യഖ്ബലു സിയാദത്ത എന്ത് ചെയ്യാൻ പാടില്ല? അത് സിയാദത്തിനെ സ്വീകരിക്കാനും പാടില്ല. ഇന്ന ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ശിക്ഷയെ കൊടുക്കാവുള്ളൂ. അത് കൂടാൻ പറ്റൂല. ഇത് പറയണേ മനസ്സിലായില്ലേ? ലാ യഖ്ബലു സിയാദത്ത സിയാദത്തിന് എന്താണ്? സ്വീകരിക്കാനും പറ്റൂല എന്നാണ് ഇവരുടെ വിശ്വാസം, ഇവരുടെ ആദർശ രീതി. പിന്നെ സവാബാവുന്നത് യഖ്ബലുഹ എന്ത് ചെയ്യാം? സിയാദത്തിനെ സ്വീകരിക്കാം. അപ്പോൾ ഇന്ന സവാബ് നിസ്കരിച്ചാൽ കിട്ടുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ ആൾ കൊടുത്തു, അല്ലാഹു തആല കൊടുക്കാം. സവാബല്ലേ, കൊടുക്കാലോ. അത് അവരുടെ ഇത്തിക്കാതിൽ എന്താണ്? പറ്റും. പക്ഷെ ഇക്കാബ് ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ഇക്കാബേ കൊടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മളങ്ങനെ എന്തില്ല ഒന്നും പറയുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ? ഇക്കാബ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും എങ്ങനെ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹു തീരുമാനിച്ചാൽ. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ മാത്രമാണ്. എത്ര വലിയ കൊടും ഭാവിയാണെങ്കിൽ പോലും അവൻ ആഖിറത്തിൽ എന്ത് ചെയ്യുള്ളൂ? ഇക്കാബ് കിട്ടുള്ളൂ. തിരിഞ്ഞോ? അത്രേ ഉള്ളൂ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് അത് മുഴുവനും ആരിലേക്ക് ഏൽപ്പിക്കുക? അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. നമ്മൾ അതിര് വിട്ട് പറയാതിരിക്കുക. അതിര് വിട്ടുള്ള എത്തിക്കാതിലേക്ക് പോകാതിരിക്കും. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രത്യേകത. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കയറി 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 ആശാന നെഞ്ചത്ത് കയറുന്ന സ്വഭാവം ആർക്കില്ല. സുന്നത്ത് ജമാഅത്ത് നാടൻ ഭാഷ പറഞ്ഞ താഴേക്ക് പോന്ന് കളതിക്ക് പുറത്തു പോകാന്ന് പറയും. മനസ്സിലായില്ലേ? ആ പരിപാടി ആർക്കില്ല. സുന്നത്ത് ജമാഅത്ത് ഋജുവായ കൃത്യമായ സിറാത്തുൽ മുസ്തഖീം. മനസ്സിലായില്ലേ? സവാബ് തരിക എന്നുള്ള അള്ളാഹുവിൻ്റെ ഫضലാണ്. തന്നോളെന്ന് ആർക്ക് നിർബന്ധമില്ല, പഠിച്ചോന്ന് നിർബന്ധമില്ല. പഠിച്ചത് എന്താ? ഇന്നക ലാ യുഖ്ലിഫുൽ മിയാദ്. അള്ളാഹുവിൻ്റെ ഒരു മാന്യത, അള്ളാഹുവിൻ്റെ ഇസ്സത്താണ്. മനസ്സിലായില്ലേ? പക്ഷെ കൊടുത്തോളം സവാബ് കൊടുത്തോളം നിർബന്ധമാണ് എന്നാരും പറയില്ല. സുന്നത്ത് ജമാഅത്ത് ഇക്കാബുണ്ടെന്ന് ആയത്തുകളും ഹദീസുകളും ഇഷ്ടം പോലെ വന്നിട്ടുണ്ടോ? പക്ഷെ ഇക്കാബ് കൊടുക്കൽ അള്ളാഹുവിൻ്റെ മേൽ ഉത്തരവാദിത്തമാണ് എന്നാരും പറയില്ല. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അവനെന്ത് ചെയ്യും? ഇക്കാബ്. മനസ്സിലായില്ലേ? അങ്ങനെ കടന്നു കയറി പറയുക, താഴേക്ക് ആപതിച്ച് പറയുക, ഇത് രണ്ടും ഇതില്ല. എത്ര വലിയ കൊടുങ്കുറ്റം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവൻ ഷഹാദത്ത് കലിമയിൽ അടവെച്ച് വിശ്വാസമുള്ള ആര് തന്നെയാണ്? മുസ്ലിം തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിനെ അയച്ചപ്പോൾ അവൻ ആര് തന്നെയാണ്? മുസ്ലിം തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല കേട്ടാ. ഫൈനൽ ഇക്കാബ ഇന്നഹും നിശ്ചയമായും ഇക്കാബാവുന്നത് അവരുടെ അടുക്കൽ ലാ യതഖല്ലബു എന്താണ്? ഹിന്ദുവില വലാ യഖ്ബലു സിയാദത്ത അതെന്താണ്? സിയാദത്തിനെ സ്വീകരിക്കുകയില്ല. അപ്പോൾ സവാബാവുന്നത് യഖ്ബലുഹ എന്താണ്? ഈ സിയാദത്തിനെ സ്വീകരിക്കാം. വഇല്ലം യതഖല്ലബ അതും പിന്താൻ പറ്റില്ല. അത് വിടൂല കേട്ടാ. വഇല്ലം യതഖല്ലബ അതും ചെയ്യാൻ പറ്റില്ല, പിന്താൻ പറ്റില്ല. പിന്നെ സവാബ് കിട്ടുന്ന അല്ലാഹു തആല പറഞ്ഞാൽ സവാബ് ആരെ കൊടുത്തോളണം? പടച്ചോൻ കൊടുത്തോളണം. മനസ്സിലായില്ലേ?
എന്ന രീതിയിലുള്ള ഈ സംഗതി എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും അതിൻ്റെ ചുവട് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യും? കളവ് ശ്രദ്ധിക്കും. മനസ്സിലായില്ലേ? അപ്പം ഇവർക്ക് പറ്റണ കിടന്ന ഈ ബുദ്ധിയെ വിധികർത്താവാക്കുവാണ്. ബുദ്ധിയെ വിധികർത്താവ് അവിടെ നിന്നായി തന്നെയാണ്. ബുദ്ധി ചിന്തിക്കും, മനുഷ്യൻ പറഞ്ഞാൽ കൊടുത്തോളണം. ബുദ്ധിക്കനെ അങ്ങനെ ശരിയല്ല, പടച്ചു സാവാവ് പറഞ്ഞാൽ അപ്പം കൊടുക്കണമല്ലോ പടച്ചു കൊടുക്കണമല്ലോ. പടച്ചിന് അടിമയില്ല നമ്മൾ എന്നു ആരെ ബുദ്ധികർത്താവർക്ക് ബുദ്ധി. മനസ്സിലായല്ലോ? നീ ഇക്കാബുണ്ടാവുന്ന എന്താ പറയുക? അതും കൊടുത്തോളണം. ഇക്കാബുണ്ടാവുന്ന കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ കൊടുത്തോളണം എന്ന രീതിയിലേക്ക് ചിന്തകൾ പോവുക കേട്ടോ. അല്ലാഹു തആല ആക്കട്ടെ. അസ്സലാമു അലൈക്കും.